ഇന്ന് ശിവരാത്രി. കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ശിവക്ഷേത്രം സന്ദർശനത്തിനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകാറുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കമലേശ്വർ ടെമ്പിളിൽ എത്താം കേട്ടോ. അടിപൊളി തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ. ക്യൂ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ക്യൂ നിൽക്കുമ്പോഴാണ് അതിൻ്റെ നടുക്ക് തന്നെ ഒരു കാള കയറി വന്നത്. പുള്ളി ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഒരുത്തൻ നാഗവല്ലി കളിച്ചിട്ട് നമ്മുടെ മണിച്ചിത്രത്താഴി മോഡലിൽ പശുവിനെ പ്രലോഭിപ്പിച്ചിട്ട് കൊണ്ടുവന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പഴം കണ്ട് പശു പിന്നാലെ പോയി. സോറി, പശുവല്ല, കാള. പിന്നെ നമ്മൾ അവിടെ അർപ്പിക്കാനായിട്ട് കുറച്ച് പ്രസാദങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ മേടിച്ച് കൊണ്ടുപോകണം. ഈ ഒരു ഇല കണ്ടോ, ഇതാണ് ബാങ്കിൻ്റെ ഇല. ഇത് അരച്ച് കലക്കി കുടിക്കും കേട്ടോ. നമ്മളല്ല, ആരൊക്കെയോ. ശിവനെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈ ബാങ്കിൻ്റെ ഇല. അതുകൊണ്ടാണ് അതും കൂടെ നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കടന്നിട്ടും പിന്നെയും ക്യൂ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആദ്യം നമുക്കൊരു മടിയുണ്ടായിരുന്നു, നമ്മളെങ്ങനെയാണ് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ശിവലിംഗത്തിലൊക്കെ എങ്ങനെയാണ് സ്പർശിക്കാമെന്ന്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ വരും. ഭയങ്കര ആയിട്ട് തിരക്കുള്ളൊരു അമ്പലം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിതാ ശിവലിംഗത്തിനൊക്കെ പുഷ്പങ്ങളും ഇതെല്ലാം അർപ്പിക്കുകയാണ്. നന്ദിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് എല്ലാ സ്ഥലത്തും ക്യൂ ആയിരുന്നു കേട്ടോ. 3-4 വഴികളുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ എല്ലാ ഭാഗത്തും ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളിതാ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഭയങ്കരമായിട്ട് ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തി വേഗം ഒരു ഫുഡൊക്കെ സെറ്റപ്പ് ആക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഫുഡ് ഉണ്ടാക്കിയത്. ഞാൻ സാമ്പാറും പിന്നെ ഒരു തോരനും ഒരു പായസമൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പായസം നമ്മൾ ഈ ടേസ്റ്റി നിബിൾസിൻ്റെ ഈ ഒരു പാക്കറ്റാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത് പെട്ടെന്നാവും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനത്തത് കുറച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷമുള്ള ദിവസങ്ങളിൽ അതാണ് എടുക്കുക. പിന്നെ ഫുഡെല്ലാം കഴിക്കുമ്പം 4 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന പാടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ 4 മണിക്കാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ചോറും പേരിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു കുഞ്ഞൂണാണ് കേട്ടോ. ഞാൻ ശിവരാത്രിയായിട്ട് അങ്ങനെ നോക്കാറില്ലെങ്കിലും നോൺ വെജ് ഒന്നും ശിവരാത്രിയുടെ അന്ന് കഴിക്കാറില്ല കേട്ടോ. പിന്നെ എനിക്കിഷ്ടവും ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അധികവും വെജ് ഊണ് തന്നെയാണ് അധിക ദിവസവും കഴിക്കാറ്. നിങ്ങളുടെയൊക്കെ ശിവരാത്രിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഊണെല്ലാം കഴിച്ചതിന് ശേഷം ഞാനൊരു പായസമാണ് കേട്ടോ കഴിക്കുന്നത്. അടപ്രഥമനാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത്. എനിക്ക് ഊണിൻ്റെ കൂടെ പായസം കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ആസ്വദിച്ചത് ഇതേപോലെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കൊച്ചു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ.